കുമിളിയിലുണ്ടായ സംഭവം, അതായത് തേക്കടിയിലുണ്ടായ സംഭവം. അതായത് രണ്ടോളം കാശ്മീരി കടക്കാർ അവിടെ കയറി വന്ന ഇസ്രായേലി ദമ്പതികളെ അവിടെ നിന്ന് ഇറക്കി വിട്ട് ഭയപ്പെടുത്തിയത്. എന്നിട്ട് അവിടെ നാട്ടുകാരും ഒക്കെ ഇടപെട്ടാണ് സംഭവം ഒരു കേരളത്തിലും അല്ല ഇന്ത്യയിലെ തന്നെ ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ടങ്ങ് മാറി. ഇതിനകത്ത് പഠിക്കേണ്ട ഒരു സംഭവമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കണ്ണ് തുറക്കേണ്ട ഒരു ഇഷ്യൂ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ടോപ്പിക്ക് വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, സക്കീർ നായക് എന്ന് പറയുന്ന ഇപ്പോൾ മലേഷ്യയിൽ ഒളിവിൽ കഴിയുന്ന ഒരു ഇന്ത്യക്കാരൻ, അതായത് ഇന്ത്യൻ ഒറിജിനാണ്. ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ മെഡിസിൻ പഠിക്കാൻ പോയി. അവിടുന്ന് അയാളെ പുറത്താക്കി. ഇയാൾ 3 വർഷം പോലും അവിടെ പഠിച്ചില്ല. എന്നിട്ട് അവിടുന്ന് പുറത്താക്കി. അവിടുന്ന് തിരിച്ച് മഹാരാഷ്ട്രയിൽ വന്നു. എന്നിട്ട് ഡോക്ടർ നായിക് എന്നാ പറയും. ഇയാൾ ഡോക്ടറേ അല്ല, അവിടെ ഇയാളുടെ ഫേക്ക് തുടങ്ങിയാണ്. ഇയാൾ വലിയ പ്രഭാഷകരായിരുന്നു. പീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സമാധാനം, മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്ത്യക്കെതിരെ അത് അതായത് ശ്രീലങ്കയിൽ ബോംബ് പൊട്ടുന്നതിനെ കാരണക്കാരൻ ഇയാളാണ്. ഇയാൾ പ്രൊപ്പഗേറ്റ് ചെയ്തവരാണ് അവിടെ പോയി ബോംബ് പൊട്ടിച്ചത്. അതേപോലെ ബംഗ്ലാദേശിലെ ബോംബ് സ്ഫോടനം ഇയാളായിരുന്നു കാരണക്കാർ. അതേപോലെ ഇന്ത്യയിൽ പല ഭാഗത്തും തീവ്രവാദികളെ വളർത്തുവാൻ വേണ്ടി ഇയാൾ കാരണക്കാരനാണ്. ഇയാളുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇയാളുടെ ഫാനുകൾ എന്ന് പറയുന്നത് ദുബായിലും ഇന്ത്യയിലും കേരളത്തിലുള്ള മലയാളികളാണ്. ഇയാൾ ഒരു പ്രഭാഷണമുണ്ട്, നിങ്ങളത് പഴയ വീഡിയോ നോക്കുവാണെങ്കിൽ മനസ്സിലാക്കും. അയാൾ പറയുന്നുണ്ട്, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് സമാധാനമായിട്ട് കഴിയുവാൻ പറ്റിയ സ്ഥലം അതായത് കേരളമാണ്. അയാൾ ഇന്ത്യയിലുള്ള പല മുസ്ലിങ്ങളോട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നേരെ കേരളത്തിലോട്ട് പോകാൻ, അതായത് കേരളത്തെ അൽ കേരളമാക്കി മാറ്റാൻ വേണ്ടി ഇയാളന്ന് ആഹ്വാനം ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഇൻ്റലിജൻസും മറ്റു പല ഇന്ത്യയിലെ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ, അതായത് തീവ്രവാദ കമ്മ്യൂണിറ്റിയിൽ ആ രീതിയിൽ ചിന്തിക്കുന്നവർ കേരളത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഇവർ ജോലിക്കും ഇതിനുമൊക്കെ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കാശ്മീരികളും വളരെയധികം കേരളത്തിൽ കയറി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ച് നോക്കണം എവിടെയാണിത് എത്തി നിൽക്കുന്നത്. പിന്നെ ഈ കാശ്മീരി അവിടെയുള്ള മുസ്ലിങ്ങളെ പറ്റി പറയാം. കേരളത്തിലെ ക്രൈസ്തവർ കണ്ണ് തുറന്ന് നോക്കേണ്ട ഒരു ഇഷ്യൂ ആണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പള്ളിയിൽ അച്ഛന്മാർക്കൊന്നും അറിയത്തൊന്നുമില്ല ചില കാര്യങ്ങളൊക്കെ. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ, നാഷണൽ ജേർണലിസ്റ്റായിട്ടും അതേപോലെ ഈ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പല കാര്യങ്ങളും അറിയാം. എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ISISൻ്റെ അതിൻ്റെ വിങ് ഉണ്ടാക്കിയത് കാശ്മീരിലാണ്. അത് ഞാൻ മാത്രമല്ല, ഇവിടുത്തെ ഇൻ്റർനാഷണൽ ഡെയിലി എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, 45-ൽ പരം ക്രിസ്ത്യൻ സ്കൂളുകളാണ് ഏകദേശം 30 വർഷം മുമ്പ് കാശ്മീരിൽ അവർ ചുട്ടുകരിച്ചത്. എത്രയോ പേര് അവിടെ കാത്തലിക്സ് നൺസ് ഉണ്ടായിരുന്നു. അവരുടെ സ്കൂളെല്ലാം കൂടെ 40 വർഷം മുമ്പ് ഇവർ തീക്കരയാക്കി. ഏകദേശം അന്ന് 60-70 സ്കൂളുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ് ഇവർ കത്തിച്ച് അവിടുന്ന് ക്രൈസ്തവരെ ഓടി. അതേപോലെ 2010 പിന്നീടുണ്ടായിരുന്ന വാലിയിലുണ്ടായിരുന്ന ഏകദേശം 40-ൽ പരം സ്കൂളുകളും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇവർ കത്തിച്ചു. അതാണ് ഈ കാശ്മീരി മുസ്ലിംസ് എന്ന് പറയുന്നവർ, അതായത് പക്കാ തീവ്രവാദികൾ. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കാശ്മീരികളുടെയും ഈ പറയുന്ന തീവ്രവാദ മുസ്ലിങ്ങളുടെയും പ്രധാനപ്പെട്ട എതിരാളി ഹിന്ദുക്കളല്ല. ഇത് ഞാൻ പഴയ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട എതിരാളികളെന്ന് പറയുന്നത് ജൂയിഷ് കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാശ്മീരിൽ നിന്നും ഈ സംഭവം. ഈ പറയുന്ന അവിടെയുള്ള കാശ്മീരി പണ്ഡിറ്റുകളെയൊക്കെ അതിന് ശേഷമാണ് അവിടെ ഓടിക്കുന്നത്. ആദ്യം ഇവർ ഓടിച്ചത് അവിടുത്തെ ക്രിസ്ത്യാനികളെയാണ്. അവിടെ ജനിച്ച് വളർന്ന ക്രിസ്ത്യാനികൾ അവർ സ്കൂളും നടത്തി ഒരു സമാധാനപ്രിയരായിട്ട് പോയവരെയാണ് ആദ്യം അവിടുന്ന് ഓടിച്ചത്. അതിലൊത്തിരി മലയാളികളെ എനിക്കറിയാം. അവിടുന്ന് ഓടി പിന്നെ ഡൽഹിയിൽ വന്ന് പിന്നെ അവിടെ പല വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ പലരെ എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങളല്ലെങ്കിൽ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുക, എത്രത്തോളം സ്കൂളുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ് ഈ കാശ്മീർ ഭീകരർ, അതായത് അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാം ചേർന്നുകൊണ്ട് അവിടുന്ന് ഓടിച്ചത്. അവരുടെ ഡിമാൻഡ് എന്തുമായിരുന്നു? ഒരു കാരണവശാലും ക്രിസ്ത്യൻ സ്കൂളുകൾ അവിടെ നടത്താൻ പാടില്ല. ഈ കാശ്മീരികളെ മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്, അവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതൊക്കെ അവിടെയുള്ള ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവരെയാണ് പിന്നീട് ഇവർ കത്തിച്ച് കളയുന്നത്, ഇവർ ഓടിക്കുന്നത്.
എത്രയോ പേര്. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ലോകത്തെവിടെയും നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഇവരുടെ മത തീവ്രതയ്ക്കകത്ത് ഇവരുടെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ജൂയിഷും ക്രിസ്ത്യൻസുമാണ്. ഇപ്പം ഇന്ത്യയിലെ ഹിന്ദുക്കളൊക്കെ ഇപ്പോഴാണ് ഈ സംഭവം ആയത്. അത് ആദ്യം തലയ്ക്കകത്തിടുക. കാരണം ഇതൊക്കെ ഞാനിത് പറയുമ്പോഴേ ഞാൻ ഡാറ്റ വെച്ചാണ് പറയുന്നത്. നിങ്ങൾ ഓരോന്ന് നോക്കുക. ഇവരാദ്യം അറ്റാക്ക് ചെയ്യുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയാണ്. കാരണം ക്രിസ്ത്യൻസാണ് ഇവർക്ക് ഗ്ലോബലായിട്ട് ഇവർക്ക് ഭയമുള്ളത് അവരെയാണ്. ജൂയിഷ് കമ്മ്യൂണിറ്റി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയമുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. കാരണം ഇവരുടെ പലതിനെ തടയുന്നതും നിലയ്ക്ക് നിർത്തുന്നതും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അതാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്ത് മുഴുവനും ഇവർ ജൂയിഷ് കമ്മ്യൂണിറ്റി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഇവിടെയും നമ്മൾ നോക്കുക. ഇപ്പോൾ കേരളത്തിൽ നോക്കുക, ഈ പറയുന്ന ഈ ലവ് ജിഹാദ് എന്ന് പറയും, ഞാനിത് ആദ്യം തള്ളിക്കളഞ്ഞു. പക്ഷേ അതിൻ്റെ ഡേറ്റായും സംഭവങ്ങളൊക്കെ നോക്കിയപ്പം അവർ ഏറ്റവും കൂടുതൽ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഹിന്ദുക്കളല്ല, ക്രിസ്ത്യൻ പെൺകുട്ടികളെ ആയിരുന്നു. നിങ്ങൾ ഡേറ്റ എടുത്ത് നോക്കുക എത്ര പേരാണ് പോയിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് പള്ളിയും പിന്നെ ചർച്ചും എല്ലാം സംഭവമായത്. ഇതിനകത്ത് ഇവർ ഈ പറയുന്ന പല കാര്യങ്ങളും, ഈ ചർച്ചിൻ്റെ അകത്തുനിന്ന് പല 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 കാര്യങ്ങളും ഇവിടെയുള്ള ക്രൈസ്തവർക്ക് മനസ്സിലായിട്ടില്ല. ഇതിനെ ഭാഗികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് കേരളത്തിലെ മുസ്ലിം ലീഗും അതേപോലെ പല മുസ്ലിം സംഘടനകളും. അതിൻ്റെ കൂടെയാണ് കേരളത്തിലെ LDFും UDFും. കോൺഗ്രസ് ഓപ്പണായിട്ടില്ല സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി എല്ലാം പറയാൻ പറ്റും. ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ പല കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ് KSUക്കാർ ഹമാസിനെതിരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പേര് കോൺഗ്രസും യൂത്ത് കോൺഗ്രസൊക്കെയാണ്, പക്ഷേ അവന് മതമാണ് പ്രശ്നം. പെട്ടെന്നങ്ങായി. ഉമ്മൻചാണ്ടിക്കെതിരെ സംഭവം അറിയത്തില്ലയോ? ഉമ്മൻചാണ്ടി ഭീകരപ്രവർത്തകരാൽ മലയാളിയായ ഇടുക്കിക്കാരി പെൺകുട്ടി മരിച്ചു, കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അറ്റാക്ക് ചെയ്ത് കണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമാണ്. നിങ്ങൾ ഈ കോൺഗ്രസ്സാണ് കോപ്പാണെന്നും പറഞ്ഞ് സോണിയാഗാന്ധിയാണ്, ഇറ്റലിയാണ്, രാഹുൽ ഗാന്ധി, ചുമ്മാതെ ഇതിനകത്തൊന്നും അർത്ഥമൊന്നുമില്ല. നിങ്ങൾ യാഥാർത്ഥ്യം ഗ്രൗണ്ട് മനസ്സിലാക്കുക. ഇതിനെ കൺട്രോൾ ചെയ്തേ മതിയാകൂ. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഇപ്പം ക്രൈസ്തവരുടെ ഹൈന്ദവരുടെയൊക്കെ വീടുകളിൽ അവിടെ നിന്നും കുട്ടികളൊക്കെ പഠിക്കാൻ വിദേശത്തോ അവിടെയൊക്കെ പോയേക്കുവാണ്. ഇവിടെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഒരു മതവിഭാഗക്കാരുണ്ട്. ഡെലിബറേറ്റ് അറ്റംപ്റ്റാണിത്. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത് ഞാനിതിൻ്റെ ഡേറ്റ വെച്ച് പറഞ്ഞു തരാം. ഇത് കുത്തിത്തിരിപ്പോ നിങ്ങളെ മാറ്റാൻ വേണ്ടി പറയുന്നു ഒന്നുമല്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇത് ജനാധിപത്യ രീതിയിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ മോദിയെ എതിർക്കുന്ന പലരും നിങ്ങൾ മനസ്സിലാക്കുക, മോദിയെ കൊണ്ട് BJPയെ കൊണ്ട് ഇത് ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും LDFും ഇതിനെ ഒരു കാരണവശാലും കൺട്രോളല്ല, അവർക്ക് വോട്ട് ബാങ്കായിട്ട് ഇവരെ നിർത്തുകയാണ്. ഇവരുടെ ഓരോ സംഭവങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങളിതിൻ്റെ അകത്തോട്ട് കയറി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എത്ര ഭീതികരമായ രീതിയിലാണ് ഇവർ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവരതിനെ അൽ കേരള എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇവരത് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുക. കാരണം ഇവരുടെ ഉള്ളിൽ കിടക്കുന്നൊരു സാധനമുണ്ട്, കാഫിർ. അതായത് അവരൊഴികെ ബാക്കിയുള്ളവരെല്ലാം അവരുടെ ശത്രുക്കളാണ്. അവരെ മനുഷ്യരായിട്ട് കാണാൻ കഴിയുന്നില്ല. അത് മാറ്റാനും അത് തിരുത്താനും ഇവിടെയുള്ള മുസ്ലിം സംഘടനകളോ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയായ മുസ്ലിം ലീഗിനോ സാധിക്കുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഈ വഖഫിൻ്റെ ആ മൊനമ്പ ഇഷ്യൂ മാത്രം എടുക്കരുത്. ഇത് ഡെലിബറേറ്റായിട്ട് ഇവരുണ്ടാക്കിയെടുത്ത സംഭവമാണ്. ഒരു നിയമം, അതിൻ്റെ ബോർഡ്, അത് ചവറ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, കേരളത്തെ ഒരു ലെബനനാക്കാൻ വേണ്ടിയും ഒരു ഗാസയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. 100% ഇത് സത്യമാണ്. ഇതിനെ തടഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ ഹൈന്ദവരും ക്രൈസ്തവരും നിങ്ങളിത് വില കൊടുക്കേണ്ടി വരും. ഇത് വളരെ വളരെ കൃത്യമായ കാര്യമാണ്. കാരണം നിങ്ങൾ ഹിസ്റ്ററി മുഴുവനും പരിശോധിക്കണം. ഇവരെങ്ങനെയാണ് ടിപ്പുവിൻ്റെ കാലം പോലുള്ള സംഭവങ്ങൾ ഇങ്ങോട്ട് എടുക്കണം. എങ്ങനെയാണ് ഈ മാപ്പിള കലാപം എന്ന് പറഞ്ഞത് ഡെലിബറേറ്റ് ആയിട്ടുള്ള അവിടെ ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്യുകയായിരുന്നു. അവിടുന്ന് ഓടിച്ചു കളയായിരുന്നു. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM സമ്മതിക്കത്തില്ല. ഇന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും ക്രൂരനായ മാപ്പിള കലാപത്തിൻ്റെ ഒരു വീരാൻകുട്ടി ഏതാണ്ട് അയാളെ അവർ പോർട്രേറ്റ് ചെയ്യുന്നുണ്ടോ, സ്വാതന്ത്ര്യ സമര സേനാനി. എന്ത് മണ്ണാങ്കെട്ട സ്വാതന്ത്ര്യമാണ്. അന്ന് അവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്
ഈ ഗൂർഖ റെജിമെൻറ്റിനെ കൊണ്ടുവന്നാണ് ഇവരെ ഫയർ ചെയ്ത് കൊല്ലുന്നത്. അതിനുശേഷമാണ് ഇത് തണുത്തത്. അത് അത്രമാത്രം വലിയ കലാപമാണെന്നുണ്ടായത്. അത് EMSൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. EMSൻ്റെ കുടുംബം അവിടുന്ന് ഓടിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവരുടെ വോട്ട് വേണം. അതായത് നിങ്ങൾ മറക്കരുത് ഈ സംഭവം. യാഥാർത്ഥ്യം അടുത്ത മാപ്പിള കലാപത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പല സംഭവങ്ങളുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും നോട്ടീസ് ചെയ്യണം. ഇപ്പോൾ പാലക്കാട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഈ പറയുന്ന LDFനും UDFനും ശക്തമായ ഒരു മറുപടി കൊടുക്കണം. അതിന് നിങ്ങൾ തയ്യാറാകണം. ഇത് തമാശയല്ല ഈ പറയുന്നത്. അതായത് കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവരുടെ പ്രകടനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആലപ്പുഴയിൽ നടത്തിയത് മലരും കുന്തിരിക്കും. ഇത് സംഭവം എന്തുവാ? ഡയറക്റ്റ് ത്രെട്ട് തരികയാണ്. മറക്കരുത്. ഇത് തേക്കടി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഐ ഓപ്പണർ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം വിട്ടുകളയരുത്. കാരണം നിങ്ങളിത് മനസ്സിലാക്കണം. ഇവർ കടന്നു കയറുന്ന നമ്മുടെ എല്ലാ സിസ്റ്റത്തിലോട്ടുമാണ്. കാരണം ഡെലിബറേറ്റായിട്ട് ഗവൺമെൻറ്റിലും പോലീസിലുമൊക്കെ ഇവർ കടന്നു കയറിയിട്ടുണ്ട്. എത്രയോ പോലീസുകാർ എന്നോട് സീനിയറായിട്ട് ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ സാഹചര്യങ്ങളും ഇവർ ലീക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എത്രയോ പ്രാവശ്യം സെൻട്രൽ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് നടപടിയാണ് പിണറായി വിജയൻ ഗവൺമെൻറ് എടുക്കാൻ സാധിച്ചത്? അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇവരുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്ന ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളാണ്. ഇതിനെ എങ്ങനെ നേരിടണം അതൊക്കെ നിങ്ങളുടെ കയ്യിലോട്ട് തരാം. നിങ്ങൾക്കത് തീരുമാനം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ്. കാരണം ഒതുക്കേണ്ടവനും ഒതുക്കി മുന്നോട്ട് പോയാലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി.